എന്നാൽ പിന്നെ ബുഡാപെസ്റ്റിൽ കാണാമെന്നുള്ളതാണ് ട്രംപും പുടിനും തമ്മിൽ സംസാരിച്ചു വെച്ചിരിക്കുന്ന വിഷയം. അപ്പോൾ അതിലേക്ക് മറ്റൊരാൾ കൂടി എത്തുകയാണ്, സെലൻസ്കി. സെലൻസ്കിക്ക് സത്യത്തിൽ ആ രാജ്യത്തിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് പെരുമാറാനേ കഴിയുന്നില്ല. അതെങ്ങനെയാണ്? ഹാസ്യ നടനായിരുന്ന ഒരാളെ പിടിച്ച് രാജ്യത്തിന്റെ ഭരണാധികാരിയാക്കിയാൽ ഇങ്ങനെയിരിക്കും. സെലൻസ്കി വന്നതും പലരുടെയും താല്പര്യത്തിന്റെ പുറത്താണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും സെലൻസ്കി പ്രതീക്ഷിച്ചിരുന്നത് തങ്ങൾക്ക് ടോമഹോക്ക് മിസൈൽസ് കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ അവിടെ ചെക്ക് വെച്ചത് പുടിനാണ്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല എന്നുള്ളത് തന്നെയാണ് പുടിൻ ട്രംപിന് നൽകിയ മുന്നറിയിപ്പ്. ട്രംപും പുടിനും തമ്മിൽ ചില കച്ചവട താല്പര്യങ്ങൾ ഇരുവർക്കും തമ്മിൽ ഉണ്ട് എന്നുള്ളതൊക്കെ കഴിഞ്ഞിടയ്ക്ക് വാർത്ത വന്നിരുന്നു. അതായത് ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഈ കാര്യം, അതായത് ആ ബിസിനസിന്റെ കാര്യം സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നത് അവിചാരിതമായിട്ട് മൈക്ക് ഓഫ് ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ അവിചാരിതമായിട്ട് പുറത്തേക്ക് വരികയും അത് വലിയ ചർച്ചകളൊക്കെ വഴിവെക്കുകയും ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ ആഴ്ച ട്രംപും പുടിനും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ട്രംപിൻ്റെ അടുത്ത് പുടിൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഡൊണസ്ക് തരികയാണെങ്കിൽ ഇതങ്ങ് നിർത്താം എന്നുള്ളതാണ്. ഈ ഡൊണസ്ക് മേഖല എന്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനാണ് അതിനു വേണ്ടി കർക്കശത്തോടെ സംസാരിക്കുന്നത്? ഈ മേഖലയിലാണ് യുക്രൈൻ്റെ ഏറ്റവും കൂടുതൽ അപൂർവ ധാതുക്കളാൽ സമ്പന്നമായിട്ടുള്ള ഭൂപ്രദേശമാണ് ഡൊണസ്ക് മേഖല എന്ന് പറയുന്നത്. ക്രിമിയ ഓൾറെഡി പുടിൻ്റെ, അതായത് റഷ്യയുടെ പക്കലായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൊണസ്ക് മേഖല തരാമെന്നുള്ളതാണ് പറയുന്നത്. ഈ തരാമെന്ന് പറയുമ്പോൾ സെലൻസ്കി പറയുന്ന ഒരു കാര്യം, ഡൊണസ്ക് ഞങ്ങൾ വിൽക്കാനൊന്നുമില്ല, അങ്ങനെ ഡൊണസ്കിൽ തൊട്ടിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട, അതൊന്നും നടപടിയാവില്ല. എവിടെ തോറ്റു തുന്നം പാടിയിരിക്കുകയാണ്. ഇപ്പം നാറ്റോയുടെ മേധാവി കഴിഞ്ഞ ദിവസമാണ് വന്നിട്ട് പറഞ്ഞത്, അഹങ്കാരമാണ് യുക്രൈൻ കാണിക്കുന്നത്, സറണ്ടർ പറയേണ്ട സമയമായി, കാരണം അവിടുത്തെ ജനങ്ങൾ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ മുൻ മേധാവിയാണ് പറഞ്ഞത്, നാറ്റോയുടെ മുൻ മേധാവിയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാലും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഡൊണസ്ക് ഉൾപ്പെടെയുള്ള മേഖലകൾ എന്തിനാണ് ആവശ്യപ്പെടുന്നത്? റഷ്യ ലക്ഷ്യം വയ്ക്കുന്നത് ക്രിമിയ ഉൾപ്പെടുന്ന പ്രദേശമാണ് എന്നുള്ളതാണ്. ക്രിമിയയിലാണ് റഷ്യൻ വംശജരായിട്ടുള്ള അവരോട് ചേരാൻ താല്പര്യപ്പെടുന്ന ഭൂരിഭാഗം ജനങ്ങളും ഉള്ള ഭാഗം. ബാക്കി ഭാഗം വീതം വെയ്പ്പ് നടക്കുമ്പോൾ ഈ പറയുന്ന പ്രവിശ്യകൾ, ധാതുസമ്പുഷ്ടമായിട്ടുള്ള ഭൂപ്രദേശമൊക്കെ ട്രംപിന് വേണം എന്നുള്ളതാണ് ഒരു വൈപ്പ്. അങ്ങനെയാണ് വിലയിരുത്തലുകൾ വരുന്നത്. അങ്ങനെയെങ്കിൽ പുടിൻ ഈ പറയുന്ന ധാതു സമ്പന്നമായിട്ടുള്ള ഡൊണസ്ക് മേഖല ഉൾപ്പെടെ ചോദിക്കുന്നത് ആർക്ക് വേണ്ടിയായിരിക്കാം? സ്വാഭാവികമായും ഇവർ തമ്മിൽ ഇത്രയേറെ ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഈ ഡൊണസ്ക് മേഖല പുടിൻ ചോദിക്കുന്നത് ട്രംപിന് വേണ്ടിയായിക്കൂടെ? അതിനുള്ള ഒരു സാധ്യത നമുക്ക് അറിയില്ല. ജിയോ പൊളിറ്റിക്സിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിലും നമുക്ക് മറ്റൊരു സാധ്യത തേടാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡൊണസ്ക് ഉൾപ്പെടെയുള്ള ഈ മേഖലകളൊക്കെ കൈവശം കിട്ടണമേ. അതായത് ഇത് സത്യത്തിൽ ഈ ഒരു യുദ്ധം തീരുമ്പോൾ ക്രിമിയ റഷ്യയുടെ കയ്യിലിരിക്കും, ധാതുസമ്പന്നമായ മേഖല അമേരിക്കയുടെ കയ്യിലിരിക്കും, ബാക്കി ഭാഗം ബാക്കി ആളുകളുടെ കയ്യിലും ഇരിക്കും. ഇങ്ങനെ ഇരിക്കും. മൂന്നായിട്ട് ഈ രാജ്യം വെട്ടിക്കീറി മുറിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. പലരുടെയും വാക്ക് കേട്ടുകൊണ്ട് നാറ്റോ അംഗത്വത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴേ തുടങ്ങി യുക്രൈൻ്റെ ഭാവി എഴുതപ്പെട്ട് കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. റഷ്യയെ പോലെ 2ാം സ്ഥാനത്ത് സൈനിക ശക്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന് 3 വർഷമൊക്കെ വേണോ ഈ യുക്രൈൻ പോലൊരു രാജ്യത്തിന് കീഴ്പ്പെടുത്താനായിട്ട്? ഒരിക്കലും വേണ്ട. അപ്പോൾ അതിനിടയിൽ ചില ഉടമ്പടികൾ നടക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു കാര്യം വരുമ്പോഴാണ് പുടിൻ്റെ പ്രവൃത്തിയിലും ചില സംശയങ്ങളൊക്കെ തോന്നുന്നത്. പുടിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ പുടിനെ സംബന്ധിച്ച് ഈ ഒരു യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, പക്ഷേ യുക്രൈന് നാറ്റോ അംഗത്വം കൊടുക്കുന്നത് സ്വീകാര്യമല്ല. അപ്പോൾ ആദ്യമൊക്കെ നല്ല രീതിയിൽ നല്ല വായിക്ക് വരും, ആ മക്കളെ ഞാൻ പറഞ്ഞു തരാം, ഇന്ന പോലെ ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടിയൊക്കെ അവസാനിപ്പിക്കാം, മുന്നോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതും അവിടവും കഴിഞ്ഞപ്പോഴേക്കും സെലൻസ്കിക്ക് ഇനി മൂക്കോളം മുങ്ങി, ഇനി മുങ്ങാനൊന്നുമില്ലാത്ത അവസ്ഥ എത്തിയപ്പോഴാണ് സെലൻസ്കിക്ക് കിളിയൊക്കെ തിരിച്ചു വന്നു തുടങ്ങുന്നത്. അപ്പോഴാണ് എനിക്ക് പുടിനെ കാണണം,
അതായത് ട്രംപും പുടിനും തമ്മിൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ് ഈ ഒരു സംസാരം നടത്താൻ പോകുന്നത്. അപ്പോൾ പറയുകയാണ്, എനിക്ക് പുടിനെ കാണണം. പുടിനെ കണ്ടിട്ട് ഇതിനെ പുട്ടും തിന്നിട്ട് പോരാനാണോ? അങ്ങനെയൊന്നും ചിന്തിക്കുന്നതിൽ എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. സെലൻസ്കിക്ക് ഡൊണസ്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ചർച്ചയിലും പുടിനുമായിട്ടുള്ള സംസാരത്തിലും ട്രംപിനെ വിളിക്കുന്നുണ്ട് സെലൻസ്കി. അപ്പോഴും ഈ പറയുന്ന പുടിൻ പറയുന്ന പ്രവിശ്യകൾ വിട്ടുകൊടുക്കാനായിട്ട് താല്പര്യമില്ല എന്ന് അറിയിച്ചതാണ്. ഒടുവിൽ പുടിന്റെ കാൽക്കൽ തന്നെ സെലൻസ്കി വീഴേണ്ടുന്ന ഒരവസ്ഥയിലേക്കും എത്തുന്നുണ്ട്. സെലൻസ്കി ഈ കാണിച്ചു വെക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു രാജ്യത്തെ കീറിമുറിക്കാൻ വേണ്ടുന്ന പാകത്തിനുള്ള, സത്യത്തിൽ അവിടെ സെലൻസ്കിക്ക് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള സംശയം കൂടി ഉണർന്നു നിൽക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്തിട്ടുള്ള ആൾ എന്ന് പറയുന്നത് സെലൻസ്കിയാണ്. സെലൻസ്കിക്ക് സമ്പാദിക്കാവുന്നതിലും ഏറ്റവും അധികം സമ്പാദിച്ചു വെച്ചിരിക്കുകയാണ് സെലൻസ്കിയുടെ കുടുംബം ഇവിടെയില്ല. അവർ വളരെ സസുഖം അത്യാഡംബരത്തോടു കൂടി ജീവിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന പണമെല്ലാം ഈ യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് പ്രസിഡന്റിനൊക്കെ ഉണ്ടാകുമെന്ന് ധരിച്ചാൽ പോലും ഇത്രയേറെ അത്യാഡംബരത്തിൽ കഴിയണമെങ്കിൽ പണം എവിടെ നിന്ന് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ട്രംപിന്റെ നീക്കങ്ങൾ വളരെ ദുരൂഹമാണ്. പുടിന്റെ നീക്കങ്ങൾ ദുരൂഹമാണ്. സെലൻസ്കിയുടെ നീക്കങ്ങളും ദുരൂഹമാണ്. ഇതിൽ ആർക്കൊപ്പം എന്നുള്ളത് വലിയ രീതിയിൽ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു കൊച്ചു രാജ്യം അത് കീറിമുറിക്കപ്പെടും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ബുഡാപെസ്റ്റിൽ കാണാമെന്ന് പറഞ്ഞിരിക്കുന്ന ട്രംപും പുടിനും തമ്മിലുള്ള മീറ്റിങ്ങിന് കുറിച്ചുള്ള തീയതി നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ ഇതേ സമയം തന്നെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം നീളുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ കൂടി ബാധിക്കുകയും അതിനൊരു ആശങ്കയാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയ്ക്കുള്ള നീക്കങ്ങളൊക്കെ മധ്യേഷ്യ സമാധാനത്തിലേക്ക് നീങ്ങും. കാരണം ഈ ഒരു പുടിൻ ട്രംപ് കൂടിക്കാഴ്ച മാത്രമല്ല, അതായത് യുക്രൈൻ വാർ മാത്രമല്ല, അപ്പുറത്തെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വിഷയങ്ങൾ നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ പൊതുവിലെ മധ്യേഷ്യ എന്ന് പറയുന്നത് എന്നാണ് സമാധാനത്തിലേക്ക് പോവുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ US ചൈന വ്യാപാര യുദ്ധത്തിന് വിരാമം കുറിക്കാനായിട്ട് ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുമെന്നുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട്. ഇതിന് മുന്നോടിയായിട്ട് US സ്റ്റേറ്റ് സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ചൈനീസ് ഉപപ്രധാനമന്ത്രി ഹി ലെഫെങ്ങുമായിട്ട് ഈ ആഴ്ച കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളുമൊക്കെ വരുന്നുണ്ട്. സംഘർഷപൂർണമായി തന്നെ നിലകൊള്ളുകയാണ് മധ്യേഷ്യ എന്ന് പറയുന്നത്. മധ്യേഷ്യയിൽ എങ്ങനെയാണ് ഇനിയൊരു സമാധാനം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ പറയുന്ന ഇതൊക്കെ അസ്ഥിരമാണ്. സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് അസ്ഥിരമാണെങ്കിലും ഇതിനിടെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, സെലൻസ്കി പുടിനെ ഭീകരൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ടെററിസ്റ്റ് എന്നാണ് വിളിച്ചത്. ഈ ടെററിസ്റ്റ് എന്ന് വിളിച്ച പുടിനെ നേരിൽ കാണാനാണ് സെലൻസ്കി തയ്യാറെടുത്തത്. ട്രംപിനോട് പറഞ്ഞത് അങ്ങനെയാണ്, എനിക്ക് പുടിനുമായിട്ട് ചർച്ച നടത്തണം, നിങ്ങൾ ചർച്ച നടത്തുന്നിടത്തേക്ക് ഞാൻ വരാൻ തയ്യാറാണ്. ഇനി സെലൻസ്കിയുടെ കയ്യിൽ എന്തെങ്കിലും ആയുധം ഉണ്ടാവുമോ, മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. കാരണം സെലൻസ്കിയുടെ തലയ്ക്ക് പിരാന്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ടെററിസ്റ്റ് എന്ന് വിളിച്ച ഒരു രാഷ്ട്ര നേതാവിനെ കാണാനായിട്ട് സെലൻസ്കി ചെല്ലുന്നത് പോലും വളരെ അതിശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഹമാസിനേക്കാൾ ശക്തനാണ് എന്നാണ് പറഞ്ഞത്. ടെററിസ്റ്റ് എന്ന് കൂടി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യുക്രൈനെതിരായിട്ടുള്ള റഷ്യയുടെ യുദ്ധം ഹമാസ് ഇസ്രായേൽ സംഘർഷത്തേക്കാൾ വലുതാണ് എന്നുകൂടി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സെലൻസ്കി പുടിനെ കാണാൻ ചെല്ലുമോ, അതിന് ട്രംപ് അനുവദിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ട്രംപും പുടിനും തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ച എന്തായാലും ഈ പറയുന്ന യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിധിയെഴുത്തു കൂടിയായി മാറാനുള്ള സാധ്യതകളുണ്ട്. ഇരു രാഷ്ട്ര നേതാക്കൾക്കുമിടയിൽ മറ്റ് ബിസിനസ് താല്പര്യങ്ങളുണ്ടോ, ബന്ധങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ എന്തിനാണ് അമേരിക്ക നോട്ടം വെച്ചിരിക്കുന്ന ഡൊണസ്ക് മേഖല പുടിൻ കണ്ണുവയ്ക്കുന്നതും അതെന്തിനു വേണ്ടിയാണ് ചോദിക്കുന്നത് എന്നുള്ളതും സംശയാസ്പദം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.